ഗാദറിങ്ങിന് സഹായിച്ച എല്ലാവർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. വളരെ എന്താണ്, സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 48 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നു. ആദ്യം ഇതിൻ്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നെ ഞാൻ മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ്. അപ്പം ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. മലയാള സിനിമ, എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ ലെഗസി, അതിൻ്റെ ആർട്ടിസ്റ്ററി, അതിൻ്റെ അൺവേവറിങ് സ്പിരിറ്റ്. അതുമാത്രമല്ല, എന്നോടൊപ്പം 48 വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച പലരും ഇന്നില്ല. അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ. എൻ്റെ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, എൻ്റെ യൂണിറ്റ് ബോയ്സ്, എൻ്റെ മേക്കപ്പ്, കോസ്റ്റ്യൂമർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ എന്നൊരു നടനുണ്ടായത്. പ്രേക്ഷകർ, അവരെല്ലാം ഞാൻ ഓർക്കുന്നു. അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ മലയാളി, ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല. ഈ അവാർഡ് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു, ആ ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ളൊരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഏറ്റവും ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഈശ്വരൻ, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, 48 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഈശ്വരൻ തന്ന അവാർഡെന്ന് പറഞ്ഞത്. എല്ലാ വർഷവും നല്ലതാണ്. അങ്ങനെ 2025 എന്നൊരു വർഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിനു മുമ്പും ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം, ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.